36 വർഷങ്ങൾക്ക് മുമ്പ് 1989 ജൂലൈ 7-ന് പ്രദർശനശാലകളിലെത്തി മലയാളി പ്രേക്ഷകർ നെഞ്ചിലേറ്റി ഒരു നൊമ്പരമായി കണ്ണീർപ്പൂവിന്റെ കവിളിൽ തലോടി തിയേറ്ററിൽ നിന്നും ഇറങ്ങിയ സിനിമ. സേതുവിന്റെ കുടുംബത്തിന്റെ തീരാവേദന പ്രേക്ഷകന്റെയും നൊമ്പരമായി മാറിയ സിനിമ കിരീടം. കൃപ ഫിലിംസിന്റെ ബാനറിൽ കൃഷ്ണകുമാർ, ദിനേശ് പണിക്കർ എന്നിവർ നിർമ്മിച്ച് സിബി മലയിൽ സംവിധാനം ചെയ്ത് ലോഹിതദാസ് തിരക്കഥ ഒരുക്കിയ ചിത്രം. ചിത്രത്തിന്റെ ഗാനരചന നിർവഹിച്ചത് കൈതപ്രമായിരുന്നു. പശ്ചാത്തല സംഗീതം ജോൺസൺ മാഷും. ഗായകരായി എത്തിയത് MG ശ്രീകുമാറും ബാലഗോപാലൻ തമ്പിയും. S കുമാർ ഛായാഗ്രഹണം നിർവഹിച്ച ചിത്രം. എഡിറ്റിംഗ് ഭൂമിനാഥൻ. സംഘടനം AR ഭാഷ. ചാലക്കുടിയിലെ കിഴക്കൻ പ്രദേശത്ത് വിലസിയിരുന്ന ഒരു ഗുണ്ടയുടെയും ഭീതിയോടെ കഴിഞ്ഞ നാട്ടുകാരുടെയും കഥ. ഷാപ്പിലെ മദ്യപാനത്തിനിടെ ഉണ്ടായ തർക്കത്തിൽ അടിച്ചു നിലത്തിട്ടത് നാട്ടുകാർ ഭയക്കുന്ന ഗുണ്ടയാണെന്നറിഞ്ഞ നിമിഷം ആ നാടുപേക്ഷിച്ചു പോയ ആശാരിയുടെയും കുടുംബത്തിന്റെയും യഥാർത്ഥ സംഭവങ്ങളോടൊപ്പം തൃശ്ശൂരിലെ തീരദേശത്ത് SI സെലക്ഷന് പോകുമ്പോൾ രാഷ്ട്രീയ സംഘടനത്തിന്റെ പേരിൽ ബസ് സ്റ്റോപ്പിൽ നിന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ടുപോയ ക്രിമിനൽ പട്ടികയിൽ പേര് വന്ന് ആ സ്വപ്നം പൊലിഞ്ഞ ചെറുപ്പക്കാരന്റെയും ജീവിതാനുഭവം കൂട്ടിച്ചേർത്ത് ലോഹിതദാസ് രചിച്ച തിരക്കഥയാണ് കിരീടം എന്ന സിനിമയായി മാറിയത്. പോലീസ് ഇൻസ്പെക്ടറാകാൻ യോഗ്യത നേടിയ മകൻ കൊലയാളിയായി തന്റെ എല്ലാ സ്വപ്നങ്ങളും തകർന്നതിലുള്ള ഒരു അച്ഛന്റെ ദുഃഖവും, സേതുവിന്റെ അമ്മയുടെ ദുഃഖവും, തന്റെ ഭാവി ഒരു നീർക്കമള പോലെ പൊട്ടിച്ചെറിയിലുള്ള സേതുവിന്റെ ദുഃഖവും നമ്മുടെയും വേദനയായി. ഹൃദയഭാരമായി മാറിയ കിരീടം സിനിമ ആസ്വാദകർ ഏറ്റുവാങ്ങിയിട്ട് 36 വർഷങ്ങൾ തികയുന്നു. ഇത്രയും ആഴത്തിലുള്ള പൂർണ്ണതയുള്ള തിരക്കഥ മലയാള സിനിമയിൽ ഉണ്ടായിട്ടില്ല. തിരക്കഥ രചിച്ച AK ലോഹിതദാസ് വിടവാങ്ങിയിട്ട് 16 സംവത്സരങ്ങൾ പിന്നിട്ടിരിക്കുന്നു. ലോഹിതദാസിന്റെ ശക്തമായ തിരക്കഥയ്ക്ക് ഒരു ഭംഗവും വരുത്താതെ ചിത്രം അഭ്രപാളികളിലേക്ക് ആവിഷ്കരിച്ചത് പ്രശസ്ത സംവിധായകൻ സിബി മലയിലാണ്. സേതുമാധവനായി അഭിനയിച്ച മോഹൻലാലിന് ദേശീയ അവാർഡിന്റെ സാധ്യതയിൽ നിന്നും തലനാഴിഴയ്ക്കാണ് മാറിപ്പോയത്. പക്ഷേ ഈ ചിത്രം ജൂറിയുടെ പ്രത്യേക പരാമർശമുണ്ടായി. ഈ ചിത്രത്തിലെ അഭിനേതാക്കൾക്കും അണിയറ പ്രവർത്തകർക്കും നിരവധി പുരസ്കാരങ്ങൾ ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ലോഹിതദാസിനെ കൂടാതെ വിട പറഞ്ഞ അഭിനയ പെരുന്തച്ചൻ തിലകനും കീരിക്കാടൻ ജോസായി പ്രേക്ഷകരെ മുൾമുനിയിൽ നിർത്തിയ മോഹൻരാജിനും സേതുവിന്റെ അമ്മവേഷത്തിൽ അഭിനയിച്ച കഴിഞ്ഞ വർഷം വിടവാങ്ങിയ കവിയൂർ പൊന്നമ്മയ്ക്കും കരുത്തുറ്റ കഥാപാത്രങ്ങൾ മലയാളികൾക്ക് നൽകിയ മുരളിക്കും ഏത് കഥാപാത്രത്തെയും അനായാസം പ്രതിഫലിപ്പിച്ചിരുന്ന ഒടുവിൽ ഉണ്ണികൃഷ്ണൻ, ശങ്കരാടി എന്നിവർക്കും മുത്തച്ഛിയായി തിളങ്ങിയ ഫിലോമിനയ്ക്കും ശ്രീനാഥിനും കൊച്ചിൻ ഖനീഫയ്ക്കും കിരീടത്തിലെ മൺമറിഞ്ഞ മറ്റെല്ലാ കലാകാരന്മാർക്കും മുമ്പിൽ പ്രണാമം.